ഷാർജയിൽ ഫ്ളാറ്റിൽ മകൾക്കൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചന്ദനത്തോപ്പ് രഞ്ജിത ഭവനിൽ വിഭിൻസിക ഭർത്തൃ കുടുംബാംഗങ്ങളിൽ നിന്നും അതിക്രൂരമായി പീഡനം നേരിട്ടതായി വെളിപ്പെടുത്തൽ. വിഭിൻസിക സ്വന്തം കൈപ്പിടിയിൽ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു. ആത്മഹത്യാക്കുറിപ്പിലാണ് ഈ വിവരങ്ങൾ. കൊടിയ പീഡനമാണ് വിഭിൻസിക ഭർത്തൃ വീട്ടിൽ അനുഭവിച്ചതെന്നാണ് കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്റെ കഴുത്തിൽ ബെൽറ്റ് മുറുക്കി വലിച്ചു കൊണ്ടുപോയി 7 മാസം ഗർഭിണിയാകെ മോശമായ ഷവർമ്മ വായിൽ കുത്തിക്കയറ്റി എന്നടക്കം കുറിപ്പിൽ പറയുന്നു. തന്റെ മരണത്തിന് കാരണക്കാർ 1-ാം പ്രതി ഭർത്താവിന്റെ സഹോദരി, 2-ാം പ്രതി ഭർത്താവ്, 3-ാം പ്രതി ഭർത്താവിന്റെ അച്ഛൻ എന്നാണ് കുറിപ്പിൽ പറയുന്നത്. എന്നിവരുടെ പേരുകളാണ് 6 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടുജോലിക്കാരിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ഭർത്തൃപിതാവ് വളരെ മോശമായി പെരുമാറിയെന്നും ഭർത്തൃ സഹോദരിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ട് എന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തി. മരിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് വിഭിൻസിക ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത പീഡനം സംബന്ധിച്ച് മറ്റൊരു കുറിപ്പ് ബന്ധുക്കൾ പുറത്തുവിട്ടു. ഈ കുറിപ്പ് പിന്നീട് വിഭിൻസികയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും അപ്രത്യക്ഷമായി. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് വിഭിൻസികയും 1.5 വയസ്സുള്ള മകളെയും ഷാർജ അൽ നഹാദിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വരച്ചേർച്ച ഇല്ലായ്മയായിരുന്നു. വിഭിൻസികയും നിതീഷും പ്രത്യേക ഫ്ളാറ്റുകളിലാണ് താമസിച്ചിരുന്നത്. രാത്രി കിടക്കാനെത്തിയ ജോലിക്കാരി ഏറെ നേരം വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. തുടർന്ന് നിതീഷിനെ വിവരമറിയിക്കുകയായിരുന്നു. താനും ജോലിക്കാരിയും ചേർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് നിതീഷ് പറഞ്ഞത്. എന്നാൽ ഈ മൊഴി വിശ്വസനയോഗ്യമല്ല എന്ന് വിഭിൻസികയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഷാർജയിലെ അൽ ഗാസ്മി ആശുപത്രിയിൽ മോർച്ചറിയിലുള്ള മൃതദേഹങ്ങൾ വ്യാഴാഴ്ചയോടെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുത്. മരിക്കാൻ ഒരാഗ്രഹവുമില്ല. എൻ്റെ കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല. കല്യാണം ആഡംബരമായി നടത്തിയില്ല. സ്ത്രീധനം കുറഞ്ഞുപോയി. കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊല്ലാക്കൊല ചെയ്തു. എല്ലാം സഹിച്ചു. വീട്ടില്ലാത്തവൾ, പണമില്ലാത്തവൾ, തെണ്ടി ജീവിക്കുന്നവൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. ഭർത്തൃപിതാവ് വാങ്ങിയ എൻ്റെ ആഭരണ ലോക്കറിന്റെ താക്കോൽ തിരികെ ചോദിച്ചതിനാണ് വൈരാഗ്യത്തിന് കാരണം. പട്ടിയെ പോലെ തല്ലിയിട്ടുണ്ട്. ആഹാരം തരില്ലായിരുന്നു. കുഞ്ഞിന് വേണ്ടിയാണ് എല്ലാം സഹിച്ച്. അവർക്കെന്നെ മനോരോഗിയാക്കണമായിരുന്നു. മടുത്തു. അവരെ വെറുതെ വിടരുത്. അവന്റെ പെങ്ങളും അച്ഛനും അത് ചെയ്യും. അവന്റെ പെങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ണെടുത്താൽ കണ്ടൂടാ. സ്വന്തം ഭർത്താവിന്റെ കൂടെ എങ്ങോട്ടെങ്കിലും പോകാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്ത നാത്തൂൻ എവിടെയെങ്കിലും ഉണ്ടോ? അവൻ ഫ്രണ്ട്സിന്റെയും കുടുംബത്തിനും ഒപ്പം പോകുന്നതിൽ കുഴപ്പമില്ല. എൻ്റെ മോളുടെപ്പം പോയാലാണ് പ്രശ്നം. ഇതൊക്കെ പോരാഞ്ഞിട്ട് സർവാദിയും ഈ ആങ്ങളെ വേണം. ഒരു കാര്യത്തിനും അവൾ എൻ്റെ മോളെ വിട്ടുകൊടുക്കില്ല എന്ന വാശി. എൻ്റെ മോൾ എന്തോരം പീഡനം അനുഭവിച്ചിരിക്കുന്നു. ആ ഫോട്ടോ കണ്ടിട്ടും എന്നിട്ടും ഈ അമ്മയെ അറിയിക്കില്ല എന്ന് പറഞ്ഞാലോ, അമ്മയെ അറിയിക്കാതെ പോയാലോ? ഞാനിത് കണ്ടപ്പോഴും ഇത്രയും സഹിച്ചുവെന്ന് ഞാൻ അറിഞ്ഞത്. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ അനുവദിക്കില്ലായിരുന്നു. എൻ്റെ മോൾക്ക് അവൻ മതിയായിരുന്നു. എൻ്റെ മോൾ മുടി മുറിച്ചു കളഞ്ഞല്ലോ. അവൾക്ക് അത്രത്തോളം പെങ്ങൾക്ക് കൂടെ അവന്റെ പെങ്ങൾക്ക് വേണ്ടിയാ ചെയ്തത്. കണ്ണീരോട് വിഭിൻസികയുടെ മാതാവ് പറഞ്ഞു. ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും വിഭിൻസികയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു.